ലൈവിലെ അർജുനും ശ്രീതുവും ഫുൾ ടൈം ഒരുമിച്ചായിരുന്നു എന്ന് പറയാം. അർജുന്റെ റൂമിൽ തന്നെയായിരുന്നു ശ്രീതു കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. അർജുന്റെ റൂമിൽ മാത്രമല്ല, അർജുന്റെ കൂടെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നലെ അർജുൻ കരഞ്ഞപ്പോൾ ശ്രീതുവിന് അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അർജുനെ കുറിച്ച് അവിടെ സിബിനും അതുപോലെ ചിലരൊക്കെ ഭയങ്കര മോശമായിട്ട് ശ്രീതുവിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതിനുശേഷം ശ്രീതു എന്തോ അകൽച്ച കാണിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എന്നിരുന്നാൽ പോലും അർജുന് ഒരു ചെറുതായിട്ടുള്ളിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഇന്നലെ അർജുൻ ഇരുന്ന് കരയുകയും വീട്ടുകാരെ മിസ് ചെയ്യുന്നു, അമ്മയെ ഓർമ്മ വരുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണോ എന്നറിയില്ല, അർജുന്റെ അടുത്ത് പ്രത്യേക സ്നേഹമുണ്ട് ശ്രീതുവിനെ. ഇന്ന് ഫുൾ ടൈം അർജുന്റെ അടുത്ത് തന്നെയായിരുന്നു ശ്രീതു. റൂമിലാണെങ്കിലും കളിക്കുമ്പോഴാണെങ്കിലും. ഇപ്പതേ രാത്രി സമയത്ത് കിച്ചണിൽ നിന്ന് അർജുന്റെ അടുത്ത് നിന്ന് നീങ്ങുന്നേയില്ല. ഫുൾ ടൈം അർജുൻ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നു, അർജുനെ കളിപ്പിച്ചുകൊണ്ട് നടക്കുന്നു, അർജുന്റെ മേത്ത് കൊണ്ടുപോയി വെള്ളം ഒഴിക്കുന്നു, തിരിച്ച് അർജുനിട്ട് കിച്ചണിലിട്ട് ശ്രീതുവിനെ ഓടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കൊണ്ടുവന്ന് ശ്രീതുവിന്റെ ദേഹത്ത് കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടിയിട്ട് അവിടെ ഭയങ്കര കളിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജുനും ശ്രീതുവും തമ്മിൽ ഇത്രയും അവർ സംസാരിക്കും അപ്പുറം ഇപ്പുറം ഇരുന്ന് കുറെ ഇങ്ങനെ കളി തമാശയൊക്കെ പറഞ്ഞ് സംസാരിക്കുമെങ്കിലും ഇത്രയും ക്ലോസ് ആയിട്ട് അവർ ഇടപഴകുന്നത് കണ്ടിട്ടില്ല. ഇന്നാണ് അങ്ങനെ ഒരു സീൻ കണ്ടത്. ഡെൻ റൂമിൽ വന്ന് ശ്രീതു ഫുൾ ടൈം ഇരിക്കുന്നുണ്ടായിരുന്നു, അർജുന്റെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. മീൻസ് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് കേട്ടോ കിടക്കുന്നുണ്ടായിരുന്നു. കുറെ പാട്ടും കച്ചേരിയും. ഇപ്പൊ ഫുൾ ടൈം കിച്ചണിൽ അർജുന്റെ ഒപ്പം തന്നെയാണ് ശ്രീതു നിൽക്കുന്നത്. അവർ തമ്മിൽ എന്താണ് കോംബോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആണോ ലവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അർജുനും ശ്രീതുവും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്നാണ്. അതിലപ്പുറം അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പ്രേക്ഷകർക്കും സംശയം തോന്നത്തക്ക വിധത്തിൽ അവരൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും അവർക്കുള്ളിൽ ഒരു ഇഷ്ടമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.